ഹായ്, ഞാൻ സ്നേഹ. ഇസൽ ടോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. അതായത് ബ്രേക്കപ്പ് ആയി പോയതിനു ശേഷം ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്നെ ആലോചിക്കുന്ന ആ ആള് എന്നിലേക്ക് തിരികെ വരുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നോട് ഇപ്പോഴും ഇഷ്ടം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹമുള്ള, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇപ്പൊ അവര് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കുക, ബ്രേക്കപ്പ് ആയിരുന്ന ടൈമിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ എന്തായിരുന്നു അവരുടെ പെരുമാറ്റം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത്. ഒരുപാട് വിഷമത്തിലായിരുന്നു, അതായത് ഇപ്പൊ നിങ്ങൾ വിട്ടു പോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്, മീൻസ് നിങ്ങളില്ലാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പെരുമാറിയത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ചാൻസ് അവിടെ കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളതിന്റെ. അതായത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ബ്രേക്കപ്പ് ആയതിന്റെ ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ മാറിയിട്ട് തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അത്രയും വിഷമം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്രയായാലും ആ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യതയും അതിൽ കൂടുതലാണ്. ഇനി രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷവും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ചിലപ്പോൾ നിങ്ങളെ അവർ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും എങ്കിലും അവരുടെ മെസ്സേജും കോളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ ബ്രേക്കപ്പിന് ശേഷവും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മീൻസ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇപ്പോഴും നിങ്ങളുള്ളത് കൊണ്ടാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർ നിങ്ങളെ വിളിക്കുന്നത്. അപ്പൊ എങ്ങനെ വിളിക്കുന്നത് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ അവർ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്, നിങ്ങളെപ്പോഴും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് അവരിങ്ങനെ ബ്രേക്കപ്പിന് ശേഷവും നിങ്ങളെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവിടെയും നമുക്കൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെയും നമുക്ക് ഒരു ഹോപ്പ് ഉണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറിയിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അവർ നിങ്ങൾക്കും ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലരെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കപ്പ് ആയി കഴിയുമ്പോൾ അവർ എന്തൊക്കെ സാധനങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം അങ്ങോട്ട് തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ചിലപ്പോൾ തിരിച്ചും അവർ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ശരിക്കും ഇപ്പോഴും സ്നേഹമുള്ള, അതായത് ബ്രേക്കപ്പ് ആയതിനു ശേഷവും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർ ആ സാധനങ്ങൾ തിരികെ തരാനായിട്ട് മനസ്സ് കാണിക്കില്ല എന്നുള്ളതാണ്. അതെന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ട്, നിങ്ങളുടെ സാധനങ്ങൾ, നിങ്ങളുടെ ഓർമ്മയിലുള്ള സാധനങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ വസ്തുക്കളൊന്നും നിങ്ങൾക്ക് തിരികെ തരാതിരിക്കുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ കൊടുത്ത സാധനങ്ങളൊന്നും അവർ തരുന്നില്ല, അവരുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണ് ഇപ്പോഴും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അവിടെയും നമുക്കൊരു ഹോപ്പ് ഉണ്ട്, അതായത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊക്കെ തിരികെ തരികയും അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിങ്ങളിപ്പോൾ യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അതായത് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നിലവിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പാച്ചപ്പായി മുന്നോട്ട് പോകണം, അപ്പൊ അവര് തിരികെ വരണം, ഇങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ യാതൊരു രീതിയിലും ഹോപ്പ് വെക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പറയുന്ന സൈനുകളൊന്നും കാണുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് അവരില്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, മെന്റലി ഞാൻ ഓക്കെ ആവുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അവസ്ഥ എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര ദിവസമായി ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ബ്രേക്കപ്പ് ആയത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീമിന് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്താലാണ് അവർ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം, അതായത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരാം. അപ്പൊ അവരെ നിങ്ങളിലേക്ക്, മീൻസ് നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് ഉറപ്പിക്കാനായിട്ട് കഴിയുന്ന നമ്മുടെ നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഇവര് ബ്രേക്കപ്പിന് ശേഷം നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം അവർ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ബ്രേക്കപ്പ് ആകുമ്പോൾ സാധാരണ എല്ലാ ആളുകളും അങ്ങനെയാണ്, എല്ലാവരും പറയുന്നില്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്, ബ്ലോക്ക് ഒക്കെ ആക്കിയിട്ട് പോകുന്നവരുണ്ട്. സാധാരണ നമ്മൾ ചെറിയ പിണക്കങ്ങൾ വരുമ്പോൾ തന്നെ മിക്കവരും ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇവർ ബ്ലോക്ക് ഉണ്ടാവും എന്നുള്ളതാണ്.
പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവർ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണോ എന്ന് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ അവർ അൺബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മെസ്സേജ് വരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് അവർ അൺബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല, അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടമില്ല, ദേഷ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടൊരു ഹോപ്പ് കിട്ടുന്നത് അവർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് അവർക്ക് ജലസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നിങ്ങളോട് വല്ലാത്തൊരു അസൂയ അവർക്ക് തോന്നുന്നുണ്ടോ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ മീൻസ് നിങ്ങളിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു അസൂയൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടോ. ഇപ്പം നേരിട്ട് കാണുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരുടെ മുഖഭാവത്തിൽ നിന്ന് അതറിയാൻ കഴിയുന്നുണ്ടോ. നിങ്ങളോട് അവർക്ക് അസൂയുണ്ടോ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നുന്നുണ്ടോ, നിങ്ങളെ അസൂയപ്പെടുത്താനായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അതായത് അവർ വേറെ റിലേഷൻഷിപ്പിലുള്ളതുപോലെ കാണിക്കുക, ആ രീതിയിലുള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുക, വേറെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള സ്റ്റാറ്റസ് വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇത് നിങ്ങളെ അസൂയപ്പെടുത്താനാണ്, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു അസൂയ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും നിങ്ങളെക്കുറിച്ച് അവർ മറന്നിട്ടില്ല, എപ്പോഴും ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട്, അതായത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലെല്ലാം പോസിറ്റീവായ രീതിയിലാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത്. മീൻസ് നിങ്ങളുടെ എക്സ് നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ അതിന് എന്തായാലും കഴിയും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മെസ്സേജും കോളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ അവർ തിരികെ വരുമ്പോൾ എന്ന് ഉറപ്പിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.